അനന്തരൻ വേദനടിക്കുകയാണ്. ചില ഔഷധങ്ങളെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമ്മൾ വാദോരാതെ സംസാരിക്കാൻ തോന്നും. അത്രയ്ക്ക് ഇഷ്ടമാണ് ചില ഔഷധങ്ങളെ. അതിലൊന്നാണ് മണിത്തക്കാളി എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളിൽ എന്ത് ഭക്ഷണം കഴിച്ചിട്ടും മെലിഞ്ഞുണങ്ങിയിരിക്കുക, കൃമി വരശല്യം മാറാതിരിക്കുക, എപ്പോഴും അജീർണവും ദഹനക്കേടും ഒക്കെ വരുന്ന കുട്ടികളിൽ ഒരു മണിത്തക്കാളി സമൂലം, അതായത് വേര് സഹിതം പറിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകി ചതച്ച് ഒരു 500 മില്ലി വെള്ളം തിളപ്പിച്ച് 200 മില്ലി ആക്കി ദിവസം പല പ്രാവശ്യമായിട്ട് ഒരു ദിവസം കൊണ്ട് കൊടുത്തു തീർക്കുക. 2 ദിവസം അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കിക്കേ, ഒരൊറ്റ മാസം കൊണ്ട് കുട്ടികളുടെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റും. മാത്രമല്ല കൃമി വരശല്യത്തിന് ഇത്രയും ഒരു അത്ഭുത സസ്യം വേറെയില്ല. ഇതാണ് മണിത്തക്കാളി എന്ന് പറയുന്നത്. ഈ മണിത്തക്കാളിയുടെ മൂത്ത അരി എടുത്ത് ഉണങ്ങി പൊടിച്ച് അത് നാടൻ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് രാവിലെ തേൻ ചേർത്ത് വെറുമ്പേറ്റിലൊന്ന് കൊടുത്തു നോക്കി. മണിത്തക്കാളി എന്ന് പറയുന്നത് ഒരിടത്ത് വെച്ച് പിടിപ്പിച്ചാൽ ആ പ്രദേശം മുഴുവൻ, ഇവിടെ നിൽക്കുന്നതല്ല, ഇതിൻ്റെ ചെറു തൈകൾ ഇഷ്ടം പോലെ ഉണ്ട്, ആ പ്രദേശം മുഴുവൻ ഉണ്ടാകും. മാത്രമല്ല ഇലക്കറികളിൽ രാജ്ഞിയാണ്, അതീവ ടേസ്റ്റാണ്. ഇത് എവിടെ കണ്ടാലും ചില ആൾക്കാർ, ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാർ, ഇത് എവിടെ കണ്ടാലും ഒരു കുഞ്ഞ് തൈ കണ്ടാൽ പോലും അത് പറിച്ച ഉടനെ അവർ കൊണ്ടുപോകും. അതെങ്ങനെയെങ്കിലും ഇച്ചിരി തേങ്ങാപ്പീരിട്ട് തോരൻ വെച്ചാണെങ്കിലും കഴിക്കും. ഔഷധങ്ങളിൽ രാജാവാണ്, രാജ്ഞിയാണ് മണിത്തക്കാളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഔഷധങ്ങളെ എനിക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഇതിൻ്റെ അത്ഭുത ഫലം അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ളൊരു മനസ്സും ഉണ്ടാവണം. നമ്മുടെയൊക്കെ വീടിന് ചുറ്റുപാടുള്ള മാലിന്യങ്ങൾ ഒരു കാരണവശാലും പൊതുനിരത്തിൽ വലിച്ചെറിയരുത്. മഴക്കാലം വരികയാണ്, മാലിന്യങ്ങൾ നമ്മൾ തന്നെ സംസ്കരിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നന്ദി, നമസ്തേ. ധന്വന്തരൻ വേദനടിക്കുകയാണ്. എല്ലാ വെള്ളി ശനി ദിവസങ്ങളിലും നെല്ലിക്കുഴിയിലുണ്ടാകും. ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. നന്ദി, നമസ്തേ.